PM ശ്രീ പദ്ധതിക്ക് കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. BJPയുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ പാടില്ല. മോദിയുടെ വീട്ടിൽ നിന്നല്ല ഫണ്ട് നൽകുന്നത് എന്നും സതീശൻ പറഞ്ഞു. ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട്. അതായത് BJPയുടെ ഒരു രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട്. ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങളിതിരല്ല. കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ, ഇത് നമ്മുടെ നികുതി പണമാണ്. പക്ഷേ പണം തരുന്നതോടൊപ്പം അനാവശ്യമായ BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോളിസി ഉള്ളത്. പക്ഷേ LDFിലെ പ്രശ്നം തീർന്നില്ലല്ലോ. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി. സാജിദ്, അപ്പോൾ ഈ PM ശ്രീയിൽ MOU സൈൻ ചെയ്യുന്നതിൽ കോൺഗ്രസ് എതിരല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കണം. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ PM ശ്രീയിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയായിരിക്കുമല്ലേ ഈ സ്ട്രാറ്റജിക്കായ സമീപനം സതീശന്റെ? നിഷാദ്, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിനോ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതിനോ കോൺഗ്രസ് എതിരല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്നല്ല പണം നൽകുന്നത്, പക്ഷേ BJPയുടെ അജണ്ടയാണ് ദേശീയ പണം നൽകുന്നത്. പക്ഷേ BJPയുടെ അജണ്ടയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നടപ്പിലാക്കുന്നത്. നിരവധി നിബന്ധനകളാണ് ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കില്ല. അത് നടപ്പിലാക്കരുത്. ആദ്യം ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറയുകയും വലിയ തോതിൽ കൈയടിക്കുകയും ചെയ്തവർ ഇപ്പോൾ ഈ ഫണ്ടിന് വേണ്ടി ഇത് നടപ്പിലാക്കും എന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഈ അല്ല PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയതെന്നും അത് ഈ കോൺഗ്രസ് വരുന്നതിന് മുൻപാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് CPIയുമായി ബന്ധപ്പെട്ടതാണ്. CPI എന്തിനാണ് നാണം കെട്ട് LDFിൽ നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. UDFിലേക്ക് താൻ ക്ഷണിക്കുന്നില്ല, പക്ഷേ എന്തിനാണ് നാണം കെട്ട് ഈ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടെ MV ഗോവിന്ദൻ ചോദിച്ചത് ആരാണ് CPI എന്നുള്ളതാണ്. ഈ നിഷാദ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നടപ്പിലാക്കിയത് കൊണ്ടാണോ അതോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തങ്ങൾ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ പദ്ധതിയെ ഇപ്പോൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞാൽ അപ്പോൾ നടപ്പിലാക്കേണ്ടി വരുമെന്നൊരു ചിന്തയിൽ നിന്നാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്നും ഈ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം, കാവ്യവൽക്കരണ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത്. നിഷാദ്.